ഹായ് ഫ്രണ്ട്സ്, കരിമീനാണ്. ഇന്ന് നമ്മൾ കരിമീൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. അതെങ്ങനെ കരിമീൻ ഫ്രൈ ചെയ്യുന്നുവെന്ന് നമുക്ക് വീഡിയോയിൽ കൂടി കാണാം. വരൂ. ഇതാണ് നമ്മുടെ കരിമീൻ ഫ്രൈ. ഇത് കരിമീൻ്റെ ഒരു കൂട്ടം കാണിച്ചിരിക്കുകയാണ്. കരിമീൻ ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് കരിമീനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ആദ്യമായിട്ട് ഇതാണ് നമ്മുടെ വളരെ സ്വാദിഷ്ടമായ കരിമീൻ ഫ്രൈ ഉണ്ടാക്കുന്ന കരിമീൻ. നല്ല കായലിൽ നിന്ന് പിടിച്ച ഒറിജിനൽ കരിമീനാണിത്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിൻ്റെ ചെതുമ്പലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. എല്ലാവരും കരിമീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിച്ച് നോക്കണേ. മീനുകളിൽ ഏറ്റവും ടേസ്റ്റുള്ള ഒരു മീനാണ് ഈ കരിമീൻ. എല്ലാ സ്ഥലത്തും സുലഭമായിട്ടിത് ലഭിക്കത്തില്ല. കായൽ പ്രദേശങ്ങളിലാണിത് കൂടുതലായിട്ട് ലഭിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ കരിമീൻ ഇവിടെ അത് ചെതുമ്പൽ കളഞ്ഞ് ചിറകൊക്കെ മുറിച്ച് കളയുകയാണ്. വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാവുന്ന ഒരു മത്സ്യമാണ് ഈ കരിമീൻ. നമ്മളതിൻ്റെ വാലുകളൊക്കെ മുറിച്ച് കളയുകയാണ്. കരിമീൻ ഫ്രൈയും ചോറും കൂടി കഴിക്കാൻ എന്താ രുചി! അതുകൊണ്ട് എല്ലാവരും കരിമീൻ ഫ്രൈ ചെയ്ത് ഊണിൻ്റെ കൂടെ കഴിക്കാൻ ശ്രമിക്കണേ. ഇതിലും വലിയ കരിമീനുണ്ട്. ഞാനിവിടെ ഒരു ഇടത്തരം കരിമീനെയാണ് മേടിച്ചിരിക്കുന്നത്. കരിമീൻ വറുക്കാൻ മാത്രമല്ല, കരിമീൻ മപ്പാസും എല്ലാം വയ്ക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കരിമീൻ ഇവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് ഉപ്പിട്ട് തേക്കാം. ഇങ്ങനെ തേക്കുമ്പോഴാണ് അതിൻ്റെ ക്ലാവെല്ലാം പോകുന്നത്. മീനിലുള്ള ക്ലാവെല്ലാം പോയി നല്ല രുചിയായിട്ട് അത് കിട്ടാൻ സഹായിക്കും ഉപ്പിട്ട് നല്ലവണ്ണം തേക്കുമ്പോൾ.
ഇനി നമുക്കത് കഴുകിയെടുക്കാം. നമ്മളത് കഴുകി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വറക്കാനായിട്ട് നമുക്ക് അത് നടുകെ കത്തി കൊണ്ട് നമുക്ക് വരഞ്ഞു കൊടുക്കാം. ഒരു സൈഡിൽ ഒരു വര ഇട്ടാൽ മതിയാവും. ആ മസാലയൊക്കെ പിടിക്കാനായിട്ടാണ് നമ്മളങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും ഒരു 1.5 സ്പൂൺ കുരുമുളക് പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഇളക്കി വയ്ക്കാം. ഇങ്ങനെ നല്ലവണ്ണം അത് ഇളക്കി ആ മസാലകളൊക്കെ അത് പിടിപ്പിച്ച ശേഷം നമുക്കൊരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ അത് വയ്ക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ മസാലയെല്ലാം ഒന്ന് നല്ലവണ്ണം പിടിക്കുന്നത്. പെട്ടെന്ന് വറുത്ത് കൂട്ടുകൊണ്ടാണെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ മസാല പുരട്ടി കഴിഞ്ഞു. ഇനി ഒന്ന് റെസ്റ്റ് ചെയ്യണം. മീൻ വറുക്കാനായിട്ട് നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിരിക്കുന്നു. അതിലോട്ടൊരു 100 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. വെളിച്ചെണ്ണ തിളച്ച് ശേഷം നമ്മൾ മീൻ ഇട്ട് കൊടുക്കും. നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വെച്ച കരിമീൻ ആ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കും. ഞാൻ കുറച്ചെണ്ണ ഒഴിച്ചുള്ളൂ, അതുകൊണ്ട് എല്ലാം കൂടെ ഒരു ട്രിപ്പിന് വറുത്തെടുക്കാൻ സാധിക്കില്ല. കൂടുതൽ എണ്ണ ഒഴിക്കാമെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. നമ്മളത് തിരിച്ചിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അധികം മൂത്ത് പോകരുത്, ഒരു മിനിമം മൂപ്പ് മതി. ഓവറായാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അടുപ്പിൽ വറക്കാനിട്ടാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ വറുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അത് പ്ലേറ്റിലോട്ട് വയ്ക്കാം. വീണ്ടും അടുത്ത ട്രിപ്പ് കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. വളരെ സ്വാദിഷ്ടമായ ഒരു മീൻ ഫ്രൈ ആണ് കരിമീൻ ഫ്രൈ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കണേ. അങ്ങനെ നമ്മുടെ ഏറ്റവും രുചികരമായിട്ടുള്ള കരിമീൻ ഫ്രൈ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അതും നമുക്ക് കോരിയെടുക്കാം. ഇത്രയും മൂപ്പ് മതി, എന്നാലേ ആ കരിമീൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതാണ് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി കരിമീൻ ഫ്രൈ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു.